പന്തളം നഗരസഭയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം നഗരസഭയിലെ 33, 34 വാർഡുകളുടെ മധ്യഭാഗത്താണ്. ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത് LDF പ്രവർത്തകരാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അവർ വീട് കയറിയുള്ള പ്രചരണത്തിലാണ്. ഈ കാണുന്നത് NDA പ്രവർത്തകരാണ്. ഇത് NDAയുടെ പന്തളം നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ്. അവരുടെ പ്രവർത്തകരുമുണ്ട്. ഇരു കൂട്ടരും ഇപ്പോൾ ഈ പ്രചരണത്തിനിടെ അടുത്തടുത്ത് വന്നിരിക്കുന്നു. അവർ വീട് കയറിയുള്ള പ്രചരണത്തിലാണ്. ഇപ്പോൾ സുശീല സന്തോഷ് ഉണ്ട് നമ്മോടൊപ്പം, മുൻ ചെയർപേഴ്സൺ കൂടിയാണ്. NDA ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇവിടെ? തർക്കമില്ലാത്ത കാര്യമാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി 34 വാർഡുകളിൽ 30-ലധികം വാർഡുകളും ഞങ്ങൾ നേടിയെടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ NDA പറയുന്നത്, BJP പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ്. LDFിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? അത് LDF തന്നെ ഈ പ്രാവശ്യം പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏറ്റെടുക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്. എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ എന്താണ് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നത്? നെഗറ്റീവ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ലോകം തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പന്തളം മുനിസിപ്പാലിറ്റിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വികസനം എന്തായിരുന്നു അവർ കാണിച്ചതെന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ഇതാണ് LDFിൻ്റെ ഒരു വിമർശനം. എന്താണ് അവർ പറയുന്നത്? LDF പറയുന്നത് വികസനം നടന്നില്ല എന്നാണ്. അതിന് നിങ്ങൾ എന്നോടൊപ്പം ഇപ്പം വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് പന്തളത്ത് പോയി തന്നെ അത് നേരിട്ട് കാണാം. പന്തളം മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യ കൂമ്പാരം കൊണ്ടുള്ള വിഷയം ഉണ്ടായിരുന്നു. അത് ഈ ഭരണസമിതിയാണ് മാറ്റിയെടുത്തത്. അതേപോലെ തന്നെ നാടിന് ആവശ്യമായ, സാധാരണക്കാർക്ക് ആവശ്യമായ വെൽനസ് സെൻ്ററുകൾ 2 എണ്ണം പന്തളത്ത് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിലെ അങ്ങോട്ട് പോയാൽ ഈ വാർഡിലെ മെയിൻ റോഡിൽ വെള്ളപ്പൊക്കം കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരു വഴിയുണ്ട്. അത് ഉയർത്തി കോൺക്രീറ്റ് ചെയ്ത കൗൺസിലറാണ് ഞാൻ. അതേപോലെ തന്നെ ധാരാളം, അതായത് പന്തളം മാവേലിക്കര റൂട്ടിൽ പോയാൽ ഒരു കാരണവശാലും തലയിൽ പക്ഷികളുടെ കാഷ്ടം വീഴാതെ നമുക്കതിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാനിതൊക്കെ പല പ്രാവശ്യവും റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ അതുപോലെ തന്നെ ഈ പന്തളം നഗരസഭയിൽ കയ്യേറിയ ഒത്തിരിയും ഭൂമികളുണ്ടായിരുന്നു. ഒത്തിരിയും ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ നേടിയെടുത്ത് നഗരസഭയുടെ സ്വത്തായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വാർഡുകളിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും. ഭരണം ഞങ്ങളെ BJP തന്നെ നിലനിർത്തുകയും ചെയ്യും. ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് NDAയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ പറഞ്ഞത്. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? എൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് വന്നാൽ മതി. ഈ വികസനം പറഞ്ഞത് വെള്ളക്കെട്ടായി കിടക്കുന്ന ഈ വാർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിക്കുക. ഇവിടെ വെള്ളം കയറി വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കരയ്ക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ പറമ്പ് കയറി ഇറങ്ങിയാണ് പിന്നെ അർത്തിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് വന്നാൽ കാണാം, ഞങ്ങളവിടെ വെള്ളം ആദ്യം ഇങ്ങോട്ട് കയറി വരുന്ന ഘട്ടത്തിലെ ആ പ്രദേശം ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വെള്ളക്കെട്ടായിട്ട് അവിടെ ഉയർത്തിയെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ എത്ര മീറ്ററാണ് അത് ഉയർത്തിയിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. അപ്പം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ വാർഡിലെ വികസനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇരുന്ന് എങ്ങനെ റോഡ് കിടക്കുന്നത് അത് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ആ പ്രദേശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി PK ശ്രീലത അത്തരം വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ പന്തളം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ചില സ്ഥലങ്ങൾ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഭൂമി തിരിച്ചു പിടിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. അത് നിങ്ങൾ നേട്ടമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം പൊതുസ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്ന ഒരു ഭരണസമിതിയായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ്. പൊതുസ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിന്ന ഭരണസമിതിയാണ്. പക്ഷേ ആ പൊതുസ്വത്തുക്കളെല്ലാം ഭരണസമിതിയിലെ BJP ഭരണസമിതി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നഗരസഭയുടെ വകയായിട്ട് മാറ്റി. പിന്നെ ഈ 5 വർഷം കൊണ്ട് ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാകും. ഈ 5 വർഷത്തിന് മുൻപ് ഈ റോഡിൻ്റെ സ്ഥിതി എന്തായിരുന്നെന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറയട്ടെ. കാരണം 5 വർഷമായതേ ഉള്ളൂ അതായത് ഒരു BJPയുടെ കൗൺസിലർ ഈ വാർഡിൽ വന്നിട്ട്. അതിനു മുൻപ് 15 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച വാർഡാണ്. ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് 34-ൽ എത്ര സീറ്റ് NDA നേടും? 30-ലധികം സീറ്റുകൾ നേടും. എങ്ങനെയാണ് LDF 34-ൽ എത്ര സീറ്റ് നേടും? നമ്മൾ പറഞ്ഞല്ലോ 20-നും 25-നും ഇടയ്ക്ക് ഞങ്ങൾ സീറ്റ് നേടിയിരിക്കും. പിന്നെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നേതൃത്വത്തെയുള്ള ചെയർപേഴ്സണാണ് പറയുന്നത് പന്തളത്ത് വന്ന വികസനം കാണാം, വന്ന് നോക്കണം. പന്തളത്തെ മുനിസിപ്പാലിറ്റിയുടെ കക്കൂസ് മാലിന്യം മൊത്തം പൊട്ടി റോഡിലോട്ട് ഒഴുകുന്ന കാഴ്ച കാണാൻ പറ്റും.
അതുപോലെ തന്നെ ഇവിടെ വികസനം പണ്ടുണ്ടായ റോഡുകൾ തന്നെയാണ് ഇന്നും, അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അന്ന് കിടക്കുന്ന പ്രദേശത്ത് കിടക്കുന്ന റോഡുകൾ ഇന്നും ഉണ്ട്. റോഡിന് പ്രത്യേകിച്ചൊന്നും യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല. 100 മീറ്ററിനുള്ളിൽ കുറച്ച് ചെയ്തു വെക്കുന്നതൊന്നും ഒരു വികസനമാകുന്നില്ല. ഈ വാർഡിന് വികസനം നടത്തണമെന്നുണ്ടെങ്കിൽ വാർഡിൻ്റെ ഇവിടെ അല്ല, വാർഡിൻ്റെ തുടക്കം അങ്ങ് മുടിയർക്കോണത്താണ്. അവിടെ മുതൽ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്തിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും എൻ ഡി എക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. യാതൊരു സംശയവും വേണ്ട. എൻ ഡി എക്ക് ഭരണ തുടർച്ച ഉണ്ടാകും. കാരണം ഒരു നാടിൻ്റെ ഏറ്റവും അഭിമാന പ്രശ്നം ഒരു ആരാധനാലയം. വർഷങ്ങളായിട്ട് ആ ക്ഷേത്രക്കുളത്തിന് യാതൊരു വിധമായ കാര്യങ്ങൾ ചെയ്യാതെ അത് ജനങ്ങളുടെ ഒരു വലിയൊരു ചെറിയ അഭിലാഷമാണ്. ഇപ്പോൾ ഈ ഭരണസമിതി വന്ന ശേഷം സുശീല ഞങ്ങളുടെ ടീച്ചർ ചെയ്തു തന്നെ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ നിരവധി നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റേഡിയം വേണം മുടിയർക്കോണത്തിൻ്റെ. ആ സ്റ്റേഡിയത്തിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഈ തുടർച്ചയോട് ഭരണസമിതിയുടെ ഒരു അംഗീകാരം കിട്ടിക്കാൻ ഞങ്ങൾ ചെയ്തിരിക്കും, യാതൊരു സംശയവുമില്ല. 34-ൽ 30-ലധികം സീറ്റുകൾ നേടി എൻ ഡി എ വീണ്ടും പന്തളം നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന് എൻ ഡി എ നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം LDF നേതൃത്വം പറയുന്നത് ഇക്കുറി പന്തളം നഗരസഭാ ഭരണം LDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.